പീച്ചി ലൂർദുമാതാ പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. പീച്ചി ലൂർദുമാതാ ദേവാലയത്തിലെ പരിശുദ്ധ ലൂർദുമാതാവിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 8, 9, 10, 11, 12 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന്റെ കൊടിയേറി. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് 9 ദിവസം നീണ്ടുനിൽക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ഒല്ലൂർ ACP PS സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ഫെറോന പള്ളി വികാരി തോമസ് വടക്കോട്ട് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ജനറൽ കൺവീനർ ബാബു ഇലവൻതറപ്പിൽ, കൈക്കാരൻ ബിനോയ് ഇലവൻതറപ്പിൽ, തിരുനാൾ കമ്മിറ്റി അംഗം വിൻസെന്റ് പൈപ്പിള്ളി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. എല്ലാവർക്കും നമസ്കാരം. പ്രസംഗം എത്ര അത് കഴിഞ്ഞ ശനിയാഴ്ച അമ്പും ഞായറാഴ്ച നിങ്ങളുടെ പ്രദക്ഷിണം നടക്കും. അപ്പം അതിന് മുന്നോടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞ് ഈ 1.5 ആഴ്ച കാലം നിങ്ങൾക്ക് വിവിധ പ്രോഗ്രാമുകൾ ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ അച്ഛനിവിടെ സംജാതമാക്കിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉത്സാഹം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് അതോടൊപ്പം നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ നല്ലൊരു വേദി കിട്ടിയിട്ടുള്ളതാണ്. എല്ലാവരും പങ്കെടുത്ത് ഈ പ്രോഗ്രാം നന്നായി വിജയിപ്പിക്കണം. എല്ലാവരും പ്രോഗ്രാമിൽ പങ്കാളികളാവണം. നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രദേശത്ത് മൊത്തം അറിയപ്പെടണം. അതിനുള്ള ഉത്സാഹമാണ് കാണുന്നത്. അതിനുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിനും ഞങ്ങൾക്ക് ഇന്ന് 3-4 പള്ളി പെരുന്നാളുകളും പ്രദക്ഷിണം നടക്കുന്നുണ്ട്. 23-ാം തീയതി മുതൽ ക്രിസ്മസ് ആഘോഷത്തോടുകൂടെ നമ്മൾ തുടങ്ങിയതാണ്. ഈ മാസം 12-ാം തീയതിയോടുകൂടെയാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ അവസാനിക്കുക. ധ്യാനമായിരുന്നു, പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളായിരുന്നു. ഇന്നു മുതൽ നമ്മൾ തിരുനാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. തിരുനാളിൻ്റെ കലാപരിപാടികളുടെയും ഒരു ആഘോഷത്തിൻ്റെയും തിരിതെളിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരു മാലപ്പടക്കം എന്ന രീതിയിൽ പല പരിപാടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടെയാണ് ഇത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് കൈക്കാരന്മാരുണ്ട്, ജനറൽ കൺവീനറുണ്ട്, കേന്ദ്രസമിതി ഭാരവാഹികളുണ്ട്, യൂണിറ്റ് ഭാരവാഹികളുണ്ട്. നമ്മുടെ ഇടവകയിൽ മറ്റുള്ള എല്ലാ തരത്തിലും സഹായിക്കുന്ന യുവജന സംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, മാതൃസംഘമുണ്ട്. തുടങ്ങിയ എല്ലാവരുടെയും നേതൃത്വത്തിലും സഹകരണത്തിലുമാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്.
Thank you.